ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രോക്കലി കൊണ്ടൊരു അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 1 കപ്പ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ ബോയിലായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ബോയിലായി വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി ബസുമതി റൈസ് കുക്ക് ചെയ്തെടുക്കണം. ബസുമതി റൈസ് 80% കുക്കാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ 80% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. നന്നായി ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. പരന്ന പ്ലേറ്റിൽ റൈസ് നിരത്തിയിട്ട് കൊടുക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പരന്ന പ്ലേറ്റിലിട്ട് ചൂടാറ്റി എടുക്കുന്നത്. ഇനി ഒരു വർക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായൊന്ന് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ കളർന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ല ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് ബീൻസ് ചോപ്പ് ചെയ്തത്, 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 1/4 ഭാഗം വീതം ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗവും റെഡ് ക്യാപ്സിക്കത്തിൻ്റെയും ഓറഞ്ച് ക്യാപ്സിക്കത്തിൻ്റെയും 1/4 ഭാഗവും വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഇളക്കി സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ബ്രോക്കോളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളി ചേർത്ത് കൊടുത്ത് ഇളക്കി ഇതുപോലെ 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബ്രോക്കോളി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബ്രോക്കോളി ഓവർ കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രൈഡ് റൈസിൽ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് സോസ് ഒഴിക്കുമ്പോൾ ഇതിന് ഉപ്പ് കൂടുതലായി പോകരുത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി സോട്ട് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി സോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾസ് നന്നായി കുക്കായി കിട്ടും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ബ്രോക്കലി ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ബ്രോക്കലി ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഓവർ കുക്ക് ആവാതെ എടുക്കുമ്പോഴാണ് ബ്രോക്കലി ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്.
ഇനി ഇതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബ്രോക്കലിയും വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചോളും. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. റൈസ് ഒട്ടും ഉടഞ്ഞു പോകാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഫ്രൈഡ് റൈസിൽ ഇത് കടിക്കാൻ കിട്ടും. എന്നാൽ ഇതിഷ്ടമില്ലാത്തവർക്ക് ഇത് സവാളയുടെ ഒപ്പം വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണിത്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായി ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുത്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഡിന്നറിനും ലഞ്ചിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ബ്രോക്കലി ഫ്രൈഡ് റൈസ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.